ഫെബ്രുവരി 21 വിശുദ്ധ പീറ്റർ ഡാമിയൻ. മധ്യകാലഘട്ടങ്ങളിലെ സഭയുടെ ഏറ്റവും വലിയ നവോത്ഥാനകരിൽ ഒരാളായാണ് വിശുദ്ധ പീറ്റർ ഡാമിയനെ കണക്കാക്കുന്നത്. എക്കാലത്തെയും അസാധാരണ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു വിശുദ്ധനെന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തെപ്പറ്റി വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഡാമിയൻ എന്ന പണ്ഡിതനിൽ അറിവിന്റെ ധനത്തെയും അപ്പസ്തോലിക ആവേശത്തെയും, ഡാമിയൻ എന്ന സന്യാസിയിൽ കഠിനമായ അച്ചടക്കവും പരിത്യാഗവും, ഡാമിയൻ എന്ന പുരോഹിതനിൽ ഭക്തിയും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത ആവേശവും കാണുവാൻ സാധിക്കും. കൂടാതെ ഡാമിയൻ കർദിനാളായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തതയും പരിശുദ്ധ സഭയോടുള്ള വിധേയത്വവും ആളുകൾക്ക് ദർശിക്കുവാൻ കഴിയുമായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഗ്രിഗറി ഏഴാമന്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു അദ്ദേഹം. ഒരവസരത്തിൽ വിശുദ്ധൻ തന്റെ അനന്തരവന് ഇപ്രകാരം എഴുതിയിട്ടുണ്ടായി: ദിനം തോറും രക്ഷകനായ യേശുവിന്റെ മാംസവും അപ്പവും ഭക്ഷിച്ചുകൊണ്ട് തന്നെ സംരക്ഷിക്കുന്നത് ഒരിക്കലും അവസാനിപ്പിക്കരുത്. നിന്റെ പരിധിയിൽ അലറിക്കൊണ്ടിരിക്കുന്ന മൃഗീയ സ്വഭാവമുള്ള മനുഷ്യരെ പുറത്താക്കുക. നിന്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യ ശത്രു നിന്റെ അധരങ്ങൾ യേശുവിന്റെ രക്തത്താൽ ചുവന്നിരിക്കുന്നത് കാണട്ടെ. അവൻ ഭയന്ന് വിറയ്ക്കും. ഭയം കൊണ്ട് കുനിഞ്ഞ് അവന്റെ ഇരുളിലേക്ക് നാണം കെട്ട് പലായനം ചെയ്യുന്നത് നിനക്ക് കാണാൻ സാധിക്കും. മഹാകവിയായിരുന്നു ഡാന്റെ. തന്റെ ഡിവൈൻ കോമഡി എന്ന കവിതയിൽ ദൈവത്തെക്കുറിച്ച് പറയുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വിശുദ്ധ മനുഷ്യർക്കായി ദൈവം കരുതി വച്ചിട്ടുള്ള സ്ഥലമായ 7-ാം സ്വർഗത്തിലാണ് വിശുദ്ധനെ അവരോധിച്ചിരിക്കുന്നത്. 1072 വിശുദ്ധന് 65 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരണമടഞ്ഞത്.